എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഒരു വീഡിയോ എന്ന് വെച്ചാൽ കൊല്ലത്ത് SN കോളേജിൻ്റെ സമീപത്ത് കാണുന്ന ഒരു പള്ളിയുണ്ട്. ആ പള്ളിക്കുള്ളിൽ സ്വീറ്റ് കേസിൽ മൃതദേഹമല്ല അസ്ഥികൂടം കണ്ടെത്തി എന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വാർത്തകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരാം. കൊല്ലത്ത് പള്ളി വളപ്പിൽ സെമിത്തേരിക്കടുത്ത് സ്യൂട്ട് കേസ് അസ്ഥികൂടം കണ്ടെത്തി. SN കോളേജ് ജംഗ്ഷനിലെ CSI പള്ളിയോട് ചേർന്നുള്ള സെമിത്തേരിക്കടുത്താണ് അസ്ഥികൂടം കണ്ടെത്തിയത്. പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ്. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്, കാരണം ഇത് എവിടെ എങ്ങനെ വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. കൂടുതലായിട്ട് അന്വേഷിക്കുന്നുണ്ട്. എവിടെ തന്നെ കൊണ്ടിട്ടതാണോ അതോ ഇനി വല്ല വീട് പൊളിച്ചപ്പോഴോ അല്ലെ പറമ്പിൽ തങ്ങളുടെ അടുത്ത് കൊണ്ടുവച്ചാണോ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പൊ എന്തായാലും സയന്റിഫിക്കാരും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരും, വന്ന് പരിശോധിക്കും. ഇല്ല, പള്ളിയുടെ അല്ല, ഇപ്പോൾ വീട് പൊളിച്ചാലും അതുപോലെ തന്നെ വീട് പൊളിച്ചാലും പറമ്പ് വൃത്തിയാക്കിയാലും അസ്ഥികൂടം കിട്ടേണ്ട കാര്യമുണ്ടോ? അതും മനുഷ്യൻ്റെ അസ്ഥികൂടം കിട്ടേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ വീടിനകത്ത് വീട് പൊളിച്ചു കഴിഞ്ഞാൽ അസ്ഥികൂടം കിട്ടാൻ വേണ്ടിയിട്ട് ആരെങ്കിലും കൊന്നു വെച്ചിരിക്കുകയാണോ? വീട്ടിൽ സംസ്കരിക്കാതെ അസ്ഥികൂടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. സാറെന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന്. വീട് പൊളിച്ചാൽ എങ്ങനെ അസ്ഥികൂടം കിട്ടുന്നത്? ഒരു പക്ഷേ സാർ ഉദ്ദേശിച്ചത് തറയുണ്ടല്ലോ, തറ ഭാഗം ഇളക്കിയപ്പോഴങ്ങനെ കിട്ടിയതാവും എന്നായിരിക്കും. അഥവാ അങ്ങനെ കിട്ടിയാൽ പോലും ഏതൊരു വ്യക്തിയുടെ കയ്യിലും അവരവരുടെ പറമ്പിൽ നിന്നും അല്ലെങ്കിൽ വീട് പണിക്കിടയിൽ അത് കൊത്തിക്കളച്ചാലും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരു അസ്ഥികൂടം നമ്മൾ കണ്ട് കിട്ടുകയാണെങ്കിൽ നമ്മളത് അടുത്ത പോലീസ് സ്റ്റേഷനിൽ വേണം അറിയിക്കാനായിട്ടുള്ളത്. അല്ലാതെ അത് ആരും നുള്ളി പറക്കി എടുത്തിട്ട് അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. പറയാൻ പറ്റില്ല, കാരണം വീടൊക്കെ JCB കൊണ്ട് തോണ്ടുകയോ അല്ലാതെ ആഴത്തിൽ കിളയ്ക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ അസ്ഥികൂടം കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾക്കറിയില്ലായിരിക്കാം, ഒന്നും നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നതല്ലല്ലോ. ഇപ്പോൾ ഇന്ന് നമ്മുടേതായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നതൊക്കെ മുമ്പ് മറ്റാരുടേതൊക്കെയോ ആയിരുന്നു എന്ന് കേട്ടിട്ടില്ലേ? അതാണ് വാസ്തവം. ശരിക്കും നമ്മളിപ്പോൾ താമസിക്കുന്ന നമ്മുടെ വീടും പറമ്പും ഒന്നും നമ്മുടേതല്ല. അതിന് നമുക്ക് വരുന്നതിന് മുമ്പ് മറ്റു പലരും കൈക്കലാക്കി വെച്ചിരുന്നത്, മറ്റു പലരും കൊണ്ട് അനുഭവിച്ചതും ഒക്കെയാണ്. അപ്പോൾ അതിനകത്ത് നമ്മളിപ്പോൾ താമസിക്കുന്ന വീടിനുള്ളിൽ ഒക്കെ ആരെങ്കിലും ഒക്കെ ശവശരീരങ്ങൾ അടക്കം ചെയ്തിട്ടുണ്ടാവാം. അതേക്കുറിച്ച് നമുക്കറിയില്ലല്ലോ. അപ്പോൾ അത് ഇങ്ങനെ കൊത്തിക്കിളയ്ക്കുന്ന സമയത്ത് യാദൃശ്ചികമായിട്ട് നമുക്കത് കിട്ടുവാനൊക്കെയുള്ള ചാൻസ് ഉണ്ട്. എല്ലാ പുരയിടത്തിലും കാണും. കാരണം ഈ ഒരു പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ഒരു ഭൂമി ഉണ്ടായത് ഇന്നോ ഇന്നലെയോ ഒന്നും അല്ലല്ലോ, ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പല്ലേ. നമ്മളൊക്കെ എത്ര നാളായിട്ടുണ്ടാവും നമ്മൾ ഭൂമിയിലേക്ക് വന്നിട്ട്, അല്ലേ? അപ്പോൾ എന്തായാലും ബാക്കി കേൾക്കാം. കുറച്ച് അങ്ങോട്ട് മാറിയാണല്ലോ, ഇവിടെ ഒരു വാട്ടർ ലൈൻ നോക്കുന്ന സമയത്താണ് ഇത് കണ്ടത്. അരുൺരാജ് വിവരങ്ങൾ ചേരുന്നു. അരുൺരാജ്, അസ്ഥികൂടത്തിന്റെ പഴക്കത്തെ പറ്റി ആരുടേതാണ് അത് എന്നതിനെ പറ്റി എന്തെങ്കിലും സൂചന പോലീസിനുണ്ടോ? രാവിലെ 9 മണിക്കാണ് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ വിവരം ലഭിക്കുന്നത്. ഈ പള്ളിയിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആദ്യ സൂചന ലഭിക്കുന്നത്. ഈ പള്ളിയിൽ ഈ വാട്ടർ പൈപ്പ് ലൈൻ പരിശോധിക്കുന്നതിനിടയിൽ ഒരു സ്യൂട്ട് കേസ് കണ്ടെത്തുന്നു. ഈ സ്യൂട്ട് കേസിലാണ് ഇത്തരത്തിൽ അസ്ഥികൂടം കണ്ടെത്തിയതായി നമുക്ക് വിവരം ലഭിക്കുന്നത്. നമ്മളിവിടേക്ക് എത്തുന്ന സമയത്ത് ഈ പള്ളി ജീവനക്കാരടക്കം എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലൂടെ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. തുടർന്ന് പോലീസ് സ്ഥലത്തേക്ക് എത്തുന്നു. ഈ സ്ഥലത്ത് ഈ പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ഒരു മനുഷ്യന്റെ തലയോട്ടിയും അതുപോലെ തന്നെ തുടയിലടക്കമുള്ള ഭാഗങ്ങൾ ഈ സ്യൂട്ട് കേസിനുള്ളിൽ കണ്ടെത്തിയത്. അതിന് താഴെ ഒരു കവറിൽ വീണ്ടും അസ്ഥികളുണ്ട്. അങ്ങനെ ആ അസ്ഥികൾ ഒരു സ്യൂട്ട് കേസിൽ കൃത്യമായി അടുക്കി വെച്ചിരിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ സമീപത്ത് നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞത്. ഇതുമായി ബന്ധപ്പെട്ട് നിലവിൽ നേരത്തെ നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരോടക്കം ഇതിന്റെ പ്രതികരണം തേടുന്നു. അപ്പോൾ പറഞ്ഞത് എന്തായാലും ഇതിൽ അന്വേഷണം നടക്കുകയാണ്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഈ സ്യൂട്ട് കേസിൽ ഈ അസ്ഥികൂടം ഇവിടേക്ക് എത്തിയതെന്ന് സംബന്ധിച്ച് അന്വേഷണം നടക്കുകയാണ്. ഇത് റോഡാണ്, ഒരു മെയിൻ റോഡാണ്, SN കോളേജ് ജംഗ്ഷനിലേക്കുള്ള മെയിൻ റോഡാണ്. ഈ റോഡിന് അധികം ദൂരെയല്ലാത്ത രീതിയിലാണ്, മതിലിനോട് ചേർന്നുള്ള ഭാഗത്താണ് ഇത്തരത്തിൽ ഈ സ്യൂട്ട് കേസിൽ അസ്ഥികൂടം കണ്ടെത്തിയത്. അതിൽ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ അസ്ഥി അത് സ്യൂട്ട് കേസിലാക്കി ഇവിടേക്ക് കൊണ്ടിട്ടതാകാം എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് സംഭവിച്ച ഒരു എന്തായാലും ഇപ്പൊ കാണുന്നത് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞാൽ മതിലിനോട് തൊട്ടടുത്ത സ്ഥലത്താണ് ഇതിങ്ങനെ കിടക്കുന്നത്. അതായത് ഒരു മതിലിന് അപ്പുറത്തെ ഭാഗത്ത് നിന്നിട്ട് അല്ലെങ്കിൽ മതിലിൻ്റെ ഭാഗത്ത് നിന്നിട്ട് താഴേക്ക് വലിച്ചെറിഞ്ഞാൽ പോയി കിടക്കത്തക്ക അത്രയും ദൂരത്തിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ ആരോ പുറത്തു നിന്നും കൊണ്ടിട്ടതാവാനാണ് സാധ്യത. പക്ഷേ അങ്ങനെ പറയുമ്പോഴും ചോദിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ
പൊതുസ്ഥലങ്ങളിലൊക്കെ CCTV ക്യാമറ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ചും ഈ പള്ളിയുടെ ഭാഗം, കോളേജുമായിട്ട് ബന്ധപ്പെടുന്ന ഭാഗങ്ങൾ, റോഡ് സൈഡ്, ഇത് തനി റോഡ് സൈഡാട്ടോ. അപ്പോൾ ആ ഭാഗത്തൊക്കെ CCTV ക്യാമറ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നല്ല, ഉണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ തന്നെ കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അതിനൊന്നും ഒരുപാട് പോലീസിന് ബുദ്ധിമുട്ടേണ്ട യാതൊരു കാര്യവും ഇല്ല. പോലീസ് പോവുകയാണ്. കാരണം ഒരു അസ്വാഭാവികത നിലനിൽക്കുന്നു. ഇതിൽ എങ്ങനെയാണ്, എവിടെ നിന്നാണ് എത്തുന്നത്, അത് ഈ അസ്ഥി ആരുടേതാണ് അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണം. അത് സ്ത്രീയോ പുരുഷനോ, അതിന്റെ പ്രായം, അത് നേരത്തെ ഏതെങ്കിലും മിസ്സിംഗ് കേസുമായി ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ, എല്ലാ കാര്യങ്ങളിലും ഒരു സമഗ്രമായ അന്വേഷണം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളത് സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ നമ്മളോട് വ്യക്തമാക്കിയതാണ്. എന്തായാലും ഈ CCTV ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള പരിശോധനയായിരിക്കും ആരംഭിക്കുക. ഈ ഫോറൻസിക്കിന്റെ സംഘം ഇവിടേക്ക് എത്തി അസ്ഥി ഇവിടെ നിന്ന്, ഈ സ്യൂട്ട് കേസും ഈ അസ്ഥിയും അടക്കം ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യും. തുടർന്നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന ഉണ്ടാവുക. എന്തായാലും ഇതിന്റെ ഒരു ഞെട്ടലിലാണ് ഈ പള്ളി ജീവനക്കാരടക്കമുള്ളവർ. കാരണം ഇന്ന് രാവിലെ അത് ഈ കപ്പിയാർ താമസിക്കുന്ന ഭാഗത്തേക്ക് വെള്ളം കിട്ടുന്നില്ല. അതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പരിശോധന, ആ പരിശോധനയാണ് ഈ വേസ്റ്റിന്റെ സമീപത്തായി അസ്ഥികൂടം ഈ സ്യൂട്ട് കേസിൽ നിറച്ച നിലയിൽ കണ്ടെത്തുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്തു നിന്നാണ് ഇനി അന്വേഷണം ഉണ്ടാകേണ്ടത്. അത് വരും മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം വ്യക്തമാക്കുന്നത്. ഓക്കെ അരുൺ, ഇതാദ്യം കാണുന്നത് ആരാണ്? ഇതെന്താണ് ഇതിലെ ദുരൂഹത എന്നതിനെ കുറിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? ഇത് അസ്ഥികൂടം മാത്രമാണോ, അതോ ഒരുപക്ഷെ മൃതദേഹം തന്നെ സൂട്ട്കേസ് അതിൽ ഇട്ടതാണോ എന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ പോലീസ് എന്തെങ്കിലും പറയുന്നുണ്ടോ? അസ്ഥികൂടമാണെന്ന് പറഞ്ഞല്ലോ, പിന്നെ മൃതദേഹം എന്ന് പറയേണ്ട കാര്യമില്ല. മൃതദേഹമാണെങ്കിൽ അതിനകത്ത് മാംസമൊക്കെ കാണില്ലേ, അഴുകിയ നിലയിലായാലും അഴുകി ജീർണിച്ച് തുടങ്ങിയ നീര് കാണുമല്ലോ. ഇതിപ്പോൾ ഇതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അസ്ഥികൂടമാണെന്ന്. പിന്നെന്തായി ചോദിക്കുന്നേ? ഇതിൽ പോലീസ് പ്രാഥമികമായി പറയുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഇവിടെ ഈ സ്യൂട്ട് കേസ് അത് എവിടെ നിന്നും ഉണ്ടായ അസ്ഥിയാണ്, അത് ഇവിടേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് മാത്രമാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇദ്ദേഹമാണ് നമ്മൾ നേരത്തെ നമ്മളോട് സംസാരിച്ചത്, ഇദ്ദേഹമാണ് ഈ സ്യൂട്ട് കേസിൽ ഈ അസ്ഥി ആദ്യം കണ്ടെത്തുന്നത്. ഏത് സാഹചര്യത്തിലായിരുന്നു അത് കണ്ടെത്തിയത്? നമ്മൾ അതേപറ്റി അറിഞ്ഞ രീതിയിലാണ് കണ്ടത്. അങ്ങനെ കിടക്കാതെ പരിശോധിച്ചപ്പോൾ പൈപ്പ് ലൈൻ വീട്ടിലെ പള്ളിയിൽ നിന്ന് വെള്ളം തന്നെ നിത്യ ഉപയോഗത്തിന്. അത് വെള്ളമില്ലാതെ ഞാൻ ഇവിടെ നോക്കി നോക്കിയപ്പോൾ ദൂരെ ഒരു പെട്ടി കിടക്കുന്ന അതിനുള്ളിൽ ഏതോ ഒരു സാധനം കണ്ടതുപോലെ അങ്ങ് തോന്നി. അപ്പോൾ അങ്ങനെ സംശയം ഞാൻ അച്ഛനെ വിളിച്ചു. അച്ഛനെ കമ്മിറ്റി പോലീസ് വിളിച്ചു പറഞ്ഞു. അങ്ങനെ വന്നത്ര സാഹചര്യമുണ്ട്. അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുടിവെള്ളത്തിന്റെ പൈപ്പ് ലൈൻ അത് തപ്പി അതിന് എവിടെയെങ്കിലും ഫാൾട്ട് ഉണ്ടോ എന്നുള്ള പരിശോധനയാണ് അദ്ദേഹം നടത്തിയത്. ആ പരിശോധനയ്ക്കിടയിലാണ് ഈ സ്യൂട്ട് കേസിൽ ഇത്തരത്തിലൊരു അസ്ഥികൂടം അടക്കം കണ്ടെത്തി. എന്നാലും വലിയ ഞെട്ടൽ, വലിയ ഒരു ഞെട്ടൽ തന്നെയാണ് ഈ പള്ളി വികാരിയും അടക്കമുള്ളവർ. കാരണം ഇപ്പോൾ എന്തായാലും ഇതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. എന്തായാലും അവിടെ എല്ലാവരും ആകെ ആശയക്കുഴപ്പത്തിലായിരിക്കും. സാധാരണ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഇതൊക്കെ കാണുമ്പോഴത്തേക്ക്, അതും പരിശുദ്ധമായ പള്ളിയുടെ പറമ്പിലൊക്കെ വെച്ചിട്ട് കാണുമ്പോഴത്തേക്ക് ആർക്കായാലും അതൊരു വിഷമമായിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസ് പോലീസിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കാരണം CCTV ഫുട്ടേജ് പരിശോധിച്ചാൽ തന്നെ ഇത് കൊണ്ടിട്ട ആളിനെ ഈസി ആയിട്ട് പോലീസുകാർക്ക് കണ്ടെത്താൻ കഴിയും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കൂ. എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക്, ഓരോരുത്തരുടെ അഭിപ്രായങ്ങൾക്കും ഒരുപാട് വിലയുള്ളതാണ്. നിങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായങ്ങൾക്ക് ഞാൻ മറുപടിയും തരുന്നതാണ്. നിങ്ങൾക്കറിയാലോ, ആര് കമൻറ്റ് ഇട്ടാലും ഞാൻ മറുപടി തരാനായിട്ട് ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണ്. ചില കമൻറ്റുകളൊക്കെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. കാരണം പക്കാ ഇംഗ്ലീഷ് ആയിരിക്കും എഴുതുന്നത്. എനിക്ക് ഇംഗ്ലീഷിനോട് അത്രയ്ക്കൊന്നും അറിയില്ല. അപ്പോൾ കുത്തിപ്പിടിച്ച് വായിച്ചൊക്കെ എടുക്കാൻ സമയമെടുക്കും. അപ്പോൾ ചില തരത്തിലുള്ള കമൻറ്റുകൾ മാത്രമേ മാറ്റി വയ്ക്കാറുള്ളൂ. അല്ലാത്തതൊക്കെ അപ്പപ്പോഴും കമൻറ്റ് ഞാൻ കൊടുക്കാറുണ്ട്, കമൻറ്റിന് റീപ്ലൈ കൊടുക്കാറുണ്ട്. ഇനി എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വരാം. അതിനു മുമ്പ് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. സത്യം പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ 2 മണി വരെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്തിട്ട് കിടന്നപ്പോൾ 2-2:30 ആയി. അതാണ് എൻ്റെ കണ്ണിൽ കണ്ടോ ഉറക്കമൊക്കെ തൂങ്ങുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബായ്.